പ്രിയമുള്ളവരെ, നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും അതിൻ്റെ ആകൃതിയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും ചില ശാസ്ത്രഗ്രന്ഥങ്ങളിലുമൊക്കെ വന്ന പ്രതിപാദ്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നാം വസിക്കുന്ന ഈ ഭൂമി വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ചുറ്റുമുള്ള അളവ് 40,055 കിലോമീറ്റർ ആണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 4,55,000 മീറ്റർ. ഏകദേശം 4,40,164 ഫുട്ബോൾ കോർട്ട് ഇടാൻ പറ്റുന്ന അത്ര വിസ്തൃതിയാണ് നമ്മുടെ ഈ ഭൂമിക്കുള്ളത്. നമ്മുടെ ഭൂമിയുടെ ചുറ്റളവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, 40,050 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവാൻ 40 കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ 42 ദിവസം വേണം എന്ന് ശാസ്ത്രീയമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു വന്നത്, ഭൂമി ഒരു ഗോളാകൃതിയാണ് എന്നുള്ളതാണ്. തികച്ചും ഗോളാകൃതി അല്ലെങ്കിലും 12,756 കിലോമീറ്ററാണ് ഭൂമിയുടെ വ്യാസം എന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതൊരു കൃത്യതയ്ക്ക് വേണ്ടി പറഞ്ഞാൽ 5,79,81,800 ഫുട്ബോളുകൾ ഭൂമിയുടെ മധ്യത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ബോളുകൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാം എന്നർത്ഥം. ഇതെല്ലാം സയൻറ്റിഫിക് ട്രൂത്തുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചില വിമർശകർ പറയാറുള്ളത്, ഇത്രയും സയൻറ്റിഫിക് ട്രൂത്തായിട്ടുള്ള ഒരു കാര്യം, അതായത് ഭൂമിയുടെ ഗോളാകൃതി എന്നുള്ള പ്രതിഭാസം നിലനിൽക്കെ വളരെ വിശിഷ്ട ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വിരിപ്പാണ് എന്നാണല്ലോ. ഇതാണ് പല യുക്തിവാദികളും അതിനെ ചുവട് വെച്ചുകൊണ്ട് പലരും ഉന്നയിക്കാറുള്ള ഒരു വിഷയം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഗോളാകൃതി പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പക്ഷേ ഭൂമിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് ചാപ്റ്റർ 2 22-ാമത്തെ വചനത്തിൽ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഭൂലോകത്തെയും ഈ പ്രപഞ്ചത്തെയും ഡിസൈൻ ചെയ്ത സ്രഷ്ടാവ് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി. ഫിറാശ എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് അർത്ഥം. ഈ വചനത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചിലർ പറയാറുണ്ട്, ഭൂമി പത്തിരി പോലെ പരന്നതാണ് എന്ന്. പത്തിരി പോലെ പരന്നതാണ് എന്ന് ഫിറാശിന് അർത്ഥമില്ല. ഫിറാശ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് അർത്ഥം. ഭൂമിയെ ഒരു വിരിപ്പാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യന് സൗകര്യപ്രദമായി കിടന്നുറങ്ങുവാനും കളിക്കുവാനും നടക്കുവാനും യാത്ര ചെയ്യാനും ഒക്കെ ഉതകുന്ന വിധത്തിൽ ഒരു ഫിറാശ്, അക്ഷരാർത്ഥത്തിൽ ഒരു വിരിപ്പ് തന്നെയാണ് ഭൂമി. ഇത് നമ്മൾ യുക്തിവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ പരാമർശത്തിന് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു വചനത്തിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അലം നജ്അലിൽ അർള മിഹാദ, അവൻ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കിയില്ലയോ. അപ്പോൾ ഭൂമി തൊട്ടിൽ പോലെയാണോ എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല. ഒരു പിഞ്ചു പൈതൽ ഒരു തൊട്ടിലിൽ എത്ര സുരക്ഷിതമായി കിടക്കുന്നുവോ അതുപോലെ വളരെ സുരക്ഷിതമാണ് ഭൂമി എന്ന തൊട്ടിലിൽ നമ്മൾ എന്നേ ഇതിനർത്ഥമുള്ളൂ. അല്ലാതെ ഈ വചനത്തിൽ നിന്ന് പൂർവികരായ ഖുർആൻ വ്യാഖ്യാതാക്കളോ മുസ്ലിം പണ്ഡിതന്മാരോ ഭൂമി ഒരു തൊട്ടിൽ പോലെയാണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഭാഗം വൽ അർള മദദ്നാഹ, ഭൂമിയെ നാം പരത്തി എന്നാണ്. അത് പത്തിരി പോലെ എന്ന് പറയേണ്ട ആവശ്യമില്ല.
ഭൂമിയുടെ വിസ്തൃതിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വല്ലറള ഫറഷ്നാഹ, ഭൂമിയെ നാം വിരുത്തി എന്ന് വിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലത്ത് പറയുന്നുണ്ട്. വല്ലറള ബഅദ ദാലിക ദഹാഹ, അതിനുശേഷം ഭൂമിയെ നാം പരത്തി എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനി ദഹാഹ എന്നുള്ള വാക്കിന് ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെ ആക്കി എന്ന് ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അവിടെ വിസ്തൃതമാക്കി എന്ന് തന്നെയാണ് അർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയെ വിസ്തൃതമാക്കിയ ഈ കാര്യം ഖുർആൻ എടുത്തു പറയുന്നതെന്നറിയാമോ? അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്ത, അള്ളാഹു ഭൂമിയെ വിസ്തൃതമാക്കി. എന്തിനാണ്? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ, അതിൻ്റെ സുരക്ഷിതമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി. ഭൂമി ഗോളാകൃതിയിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഗോളാകൃതിയിലുള്ള ഭൂമി മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ സ്പീഡിൽ ഭൂമിയിലൊരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സുരക്ഷിതമായ പാതയിലൂടെ സഞ്ചരിക്കാൻ തക്ക വിധമാണ് ഭൂമിയെ ഇവിടെ വിസ്തൃതമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ വൈലൽ അർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയെ എങ്ങനെയാണ് വിസ്തൃതമാക്കിയത് എന്നവർ കാണുന്നില്ലേ എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പ്രാമാണികമായ തഫ്സീറുകളിൽ ഖുർആൻ ഗോളാകൃതിയിലല്ല, അത് പരന്നിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ തഫ്സീറുകളുണ്ട്, അഥവാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം 100% പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആ ഖുർആൻ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ ചില ആളുകൾ എഴുതിയെന്ന് മാത്രമുള്ളൂ. കാരണം ഈ ഖുർആൻ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീർ ജലാലൈനിയിൽ ഭൂമി ഒരു ഗോളാകൃതിയിലല്ല, അത് പരന്നിട്ട് തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ തഫ്സീർ റാസി നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വൈലൽ അർളി കൈഫ സുത്തിഹത്ത് എന്ന ആയത്തിൻ്റെയും അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരുത്തി തന്നു എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീർ റാസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിൽ നിന്ന് ചില ആളുകൾ മനസ്സിലാക്കിയത് ഭൂമി പരന്നിട്ടാണ് എന്നാണ്. എന്നാൽ ഇത് വളരെ വിദൂരമായ ഒരു അർത്ഥമാണ്. ഒരു ഗോളം അതിവിപുലമാകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യപ്പെടുമല്ലോ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ വിശുദ്ധ ഖുർആനിലെ ഇത്തരം വചനങ്ങളെ എടുത്തുകൊണ്ട് അവർ പറയാറുണ്ട്, അല്ലാഹ്സ് എർത്ത് സ്പ്രെഡ് ഔട്ട് ലൈക്ക് എ കാർപ്പറ്റ് എന്നാണ്. ഒരു കാർപ്പറ്റ് പോലെയാണ് അള്ളാഹുവിൻ്റെ ഭൂമി പരന്നു കിടക്കുന്നത് എന്നാണ്. കാർപ്പറ്റ് പോലെ എന്ന് ആ മിഷണറി പ്രവർത്തകർ വ്യാഖ്യാനിച്ചതാണ്. ഖുർആനിലൊരു കാർപ്പറ്റ് പോലെ, പത്തിരി പോലെ പരന്നിട്ടാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഭൂമിയുടെ ആകൃതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു ഗ്രന്ഥമല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഫ്ലാറ്റ് എർത്ത് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടന തന്നെയുണ്ട്. അതായത് ഭൂമി പരന്നതാണ് എന്ന് ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന തന്നെ അമേരിക്കയിലുണ്ട്. നമ്മൾ ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. ഇനി അതിനെല്ലാം പുറമെ ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു വാചകമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന വാചകത്തിൽ പറയുന്നത് ഭൂമി ഇത്തരം പ്രാദേശിക ആവശ്യങ്ങൾക്ക് മുമ്പിൽ പരന്ന ഒരു പ്രതലം മാത്രമാണ് എന്നാണ്. അതായത് ഭൂമി അളക്കാനും
അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിയാനും ഒക്കെയുള്ള കാര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ പ്രതലം ഒരു പരന്നത് മാത്രമാണ് എന്ന് ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലുണ്ട് 44-ാമത്തെ പേജിൽ. അപ്പം അതുകൊണ്ട് ആ ശാസ്ത്ര ഗ്രന്ഥത്തിൽ അങ്ങനെ വന്നതുകൊണ്ട് അവർ ശാസ്ത്രബോധമുള്ളവരല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഏറ്റവും സ്പീഡിൽ യാത്ര ചെയ്യുന്ന ട്രെയിനുകളെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ ജപ്പാനിൽ അടുത്ത കാലത്ത് മണിക്കൂറിൽ 576 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ ആലോചിക്കണം, ജപ്പാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്ത് മണിക്കൂറിൽ 576 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ ഓടിച്ചു കഴിഞ്ഞാൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് അത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഈ ഭൂമി അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജപ്പാനിലെ ചെറിയൊരു രാജ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 1000-ഉം 1000-ൽ കൂടുതലും കിലോമീറ്റർ സ്പീഡുള്ള മണിക്കൂറിൽ അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ എത്ര തന്നെ സഞ്ചരിച്ചാലും നമ്മൾക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ഭൂമിയെ വിസ്തൃതമാക്കിയവനാണ് അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ യാത്രാ സൗകര്യങ്ങളെ എടുത്തു കാണിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ ശാസ്ത്രീയമായി പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അശാസ്ത്രീയതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വിഷയവുമായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.